ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിക്രമിന് മാനസിക പ്രശ്നം വല്ലതും ഉണ്ടോ? എന്തോ അച്ഛമ്മയ്ക്ക് ഈയിടെയായിട്ട് അങ്ങനെ ഒരു തോന്നല്. അങ്ങനെയൊന്നുമില്ല. മാനത്തും മഴ കൊണ്ട പോലെ മുഖം കറക്കും, പെട്ടെന്ന് തെളിയും. ഹലോ, തന്റെ ബോധം വീണ്ടും പോയോ? താനെന്തോന്നും മിണ്ടാത്തത്? കേസന്വേഷണം ആരംഭിച്ച കുടുങ്ങുന്നത് സാറിന്റെ മകൻ ജഗനാണെന്നുള്ള കാര്യം ആലോചിച്ചതാ. ഹലോ ഹലോ, ഇവരെന്തോ ഈ പറയുന്നേ? സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചോ തെണ്ടി. നല്ല രുചിയുള്ള ഭക്ഷണം. അതെന്നും കഴിക്കാൻ കഴിയുന്നതിലപ്പുറം ഒരു ഭാഗ്യം വേറെ ഇല്ലെന്നാ എന്റെ അഭിപ്രായം. അനാഥാലയത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് എന്നും ഒരേ ഭക്ഷണം കഴിച്ച് കഴിച്ച് മടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയതിൽ പിന്നെ ഹോട്ടൽ ഭക്ഷണമായി. അതും കണക്കാ. അല്ല, വായിക്ക് രുചിയായി ഭക്ഷണം കഴിക്കണമെങ്കിൽ വർഷയെ പോലെ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ വെച്ച് വിളമ്പുന്ന ഭക്ഷണം തന്നെ വേണം. അക്കാര്യത്തില് വിക്രം ഭാഗ്യവാന്. എനിക്ക് അവനോട് അസൂയ തോന്നുക. വെറുതെ അസൂയപ്പെടാതെ ആ ഭാഗ്യം ഉണ്ടാക്കാനുള്ള വഴി നീ നോക്കുമോനെ. അതെ, നീ ഒരു കല്യാണം കഴിക്കണം. രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്ന പെണ്ണിന് മുൻഗണന എന്നൊരു പരസ്യം കൂടെ കൊടുക്ക. അങ്ങനെ പരസ്യം കൊടുത്ത് വിവാഹം നടന്നു എന്ന് എന്നിരിക്കട്ടെ. വന്നു കയറുന്നവൾക്ക് പാചകത്തെ പറ്റി ചുക്കും ചുണ്ണാമ്പും അറിയില്ലെങ്കിലോ? പിന്നെ കുടുംബകലഹത്തിന് നേരം ഉണ്ടാവും. അത് ശരിയാ. മച്ചു വാ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. ദേ, മുത്തശ്ശിയോടൊപ്പം ഇരുന്ന് ഞാൻ കലാപരിപാടി അങ്ങ് ആരംഭിച്ചു. ഏട്ടന്റെ കൂട്ടുകാരനല്ലേ, അതുകൊണ്ട് ഈ ഫോർമാലിറ്റി ഒന്നും വേണ്ടെന്ന് ഞാനും പറഞ്ഞു. അതെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ എന്ത് ഫോർമാലിറ്റിയാടാ? അറിയാ, നീ വാ, ഇരിക്കടാ അങ്ങോട്ട്. വേണ്ട, എനിക്ക് ഓഫീസിൽ പോയിട്ട് അത്യാവശ്യമുണ്ട്. ഓ പിന്നെ എന്താ ഏട്ടാ ഇത്? എന്ത് അത്യാവശ്യമായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്ന പതിവൊന്നും ഇല്ലല്ലോ. അല്പമെങ്കിലും കഴിക്കേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോനെ, നിന്റെ സന്തോഷ ഉത്സാഹമൊക്കെ എത്ര പെട്ടെന്നാ ഇല്ലാതായേ. കുറച്ചു മുമ്പ് ചുറുചുറുക്കോടെ നീ അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. അത് പിന്നെ അടുക്കളയൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് നല്ല കാര്യല്ലേ മോനെ. അല്ല, നിരഞ്ജന് വിസ എടുത്ത് എങ്ങോട്ടോ അയക്കണമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടതാണല്ലോ.
ഇവനെ ഏത് രാജ്യത്തേക്കാ നീ അയക്കാൻ പോകുന്നേ? പോക്കൊക്കെ റെഡിയാക്കിയോ? അല്ല, നിരഞ്ജന് UK ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ടേ. എത്രയും പെട്ടെന്ന് ഇവനെ കയറ്റിവിടണം. അത് ശരി, അപ്പൊ എന്നെ പാക്ക് ചെയ്യാനാ പരിപാടി. കാണിച്ചു തരാം. നോക്കിയിരിക്കാതെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വാ. നമുക്കൊന്ന് പുറത്തു പോണം. ഇടയ്ക്ക് ഓഫീസിലൊന്ന് ഇറങ്ങണം. എന്താടാ ഇത്? എപ്പോഴും ഓഫീസ്, ബിസിനസ്, പണം, അതിനപ്പുറത്തേക്കൊരു ലോകം ഇല്ലേ നിനക്ക്? സ്വന്തം ഭാര്യയും മുത്തശ്ശിയും ഇങ്ങനെ തളച്ചിടാതെ അവർക്കിടയ്ക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് കൊടുക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യും, നീ ഇന്നൊരു ദിവസത്തേക്ക് ലീവ് എടുക്ക. നമുക്ക് വർഷയും മുത്തശ്ശിയൊക്കെ കൂട്ടി ഒരു ഔട്ടിങ്ങിന് അങ്ങ് പോവാം. ദേ, ചെലവല്ല എന്റെ വക. ഓക്കെ? ശരി, ആയിക്കോട്ടെ. നമ്മൾ ഒരുമിച്ച് ഔട്ടിങ്ങിന് പോകും. മാറും മച്ചു. പക്ഷേ യാത്രക്ക് തയ്യാറാക്കിയോ? എങ്ങോട്ടാ മച്ചു നമ്മൾ യാത്ര പോകുന്നേ? തൽക്കാലം നമ്മൾ രണ്ടുപേരും കൂടി എന്റെ ഓഫീസിലേക്കാ പോകുന്നത്. അവിടെ നിന്റെ വിദേശയാത്രയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. അതിനിടയില് എന്റെ ഭാര്യയും മുത്തശ്ശിയായിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാൻ നിനക്ക് സമയമില്ലടാ. വാ, നടക്ക്. വാ, എങ്ങോട്ട് നടക്കുന്നേ. വാ, നീ പോ. ഞാൻ വരാം. മോളെ, വിക്രമിന് മാനസിക പ്രശ്നം വല്ലതും ഉണ്ടോ? എന്തോ അച്ഛമ്മയ്ക്ക് ഈയിടെയായിട്ട് അങ്ങനെ ഒരു തോന്നല്. ഏയ്, അങ്ങനെയൊന്നുമില്ല. മാനത്തും മഴ കൊണ്ട പോലെ മുഖം കറക്കും, പെട്ടെന്ന് തെളിയും, വീണ്ടും കറക്കും. ഇതൊരു തരം മാനസിക രോഗമല്ലാതെ മറ്റെന്താ മോളെ? അച്ഛമ്മേ, അത് പിന്നെ സുഹൃത്തായ നിരഞ്ജനെ പിണക്കാനും വയ്യ, പിണക്കാതിരിക്കാനും വയ്യ. അങ്ങനെ ഒരു മാനസിക പ്രശ്നം ഏട്ടന്, അല്ലാതെ മറ്റൊരു പ്രശ്നമല്ല അച്ഛമ്മേ.